വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. നീറ്റ് 2025 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അത് ക്വസ്റ്റൻ ഇതാണ്, വിച്ച് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടെസ്റ്റ് ഫോർ ക്യാൻസർ. ക്യാൻസറിന്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ക്യാൻസർ വന്ന ഭാഗത്ത്, അതായത് സ്കിൻ ക്യാൻസർ ആണെങ്കിൽ സ്കിൻ ക്യാൻസറിൽ കുറച്ച് ടിഷ്യൂ എടുക്കും, എന്നിട്ട് നമ്മൾ സ്ലൈഡ് വഴി മൈക്രോസ്കോപ്പിലൂടെ നോക്കും. ഇതിനാണ് എന്ത് പറയുക, ബയോപ്സി എന്ന് പറയും. എന്ത് പറയും, ബയോപ്സി. ചില ക്യാൻസർ നമുക്ക് എന്ത് കിട്ടും, എക്സ്റേ എടുത്താൽ തന്നെ കിട്ടും. ചില ക്യാൻസർ നമ്മൾ ഇന്റേണൽ ഓർഗൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം, CT സ്കാൻ എടുക്കണം. CT സ്കാൻ എന്ന് പറയുന്നത് ഒരു എക്സ്റേ ബേസ്ഡ് സ്കാൻ ആണ് CT സ്കാൻ. ഇനി നമ്മൾ ബ്രെയിന് അഥവാ ബ്രെയിന് ബോണൊക്കെ ആണെങ്കിൽ, അവിടുത്തെ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, MRI സ്കാൻ എടുക്കണം. MRI സ്കാൻ. ഇനി ചിലപ്പോൾ മദറിന് ബ്രസ്റ്റ് ക്യാൻസർ വരും. മദറിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ മകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ജീൻ മ്യൂട്ടേഷൻ ആണ്. ഈ ജീൻ മ്യൂട്ടേഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കാനിങ് ഉണ്ട്, നമ്മളൊരു ടെസ്റ്റ് ചെയ്യും. അതിന്റെ പേരാണ് മോളിക്കുലാർ PCR. മോളിക്കുലാർ PCR വഴി നമ്മൾ എന്ത് ചെയ്യും, ജനറ്റിക് സ്റ്റഡി നടത്തും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, അതായത് CT ആൻഡ് MRI ഡിറ്റക്റ്റഡ് ക്യാൻസേഴ്സ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ നോക്കാം, A and C only. ഓക്കെ, ബാക്കി സ്റ്റേറ്റ്മെന്റ് നോക്കാം. കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ നോൺ ക്യാൻസറസ് സെൽസ്. അതായത് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കീമോതെറാപ്പി ആക്ട് എഗെയിൻസ്റ്റ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. ഓക്കെ, നന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസിനെതിരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കീമോതെറാപ്പി ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഏത് സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്? ക്യാൻസറസ് സെൽസ് ആണ് എന്ത്, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. അപ്പോൾ കീമോതെറാപ്പി നോൺ ക്യാൻസർ സെൽസിനെതിരെ ആക്ട് ചെയ്യുമോ? അല്ല, അത് പൊട്ടത്തെറ്റ്. ഓക്കെ, ഓപ്ഷൻ B വരാൻ പാടില്ല. അപ്പോൾ ഓപ്ഷൻ 3 എന്താണ്, തെറ്റാണ്. ഇനി ആൽഫ ഇന്റർഫോൺ ആക്ടിവേറ്റ് ക്യാൻസർ പേഷ്യൻസ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹെൽപ്സ് ഡിസ്ട്രോയിങ് ദ ട്യൂമർ. അപ്പോൾ ഈ ട്രീറ്റ്മെന്റിൽ പറയുന്നതാണ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്, BRM എന്ന് പറയും. അപ്പോൾ എന്താ BRM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതെന്തെയും സ്റ്റിമുലേറ്റ് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം എന്തോ സ്റ്റിമുലേറ്റഡ് ആവും. ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ആവും മീൻസ് T സെല്ല്, NK സെല്ല്, നമ്മൾ B സെല്ല് എല്ലാം എന്തോ സ്റ്റിമുലേറ്റഡ് ആവും. എന്നിട്ട് ഈ ക്യാൻസറിനെ ഒരു ആന്റിജൻ ആയിട്ട് കാണും. ക്യാൻസറിന് എന്തായിട്ട് കാണും, ഒരു ആന്റിജൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വന്ന് അറ്റാക്ക് ചെയ്യും. ഇതിനെ പറയുന്നതാണ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. C എന്താണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ A ഇവിടെ തന്നെയാണ് വരുന്നത്. A and C കറക്റ്റ്. ഇനി D നോക്കാം. കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആർ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് ആണോ? അല്ല, ആൽഫ ഇന്റർഫെറോൺ ആണ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്. ഇൻ ദ കേസ് ഓഫ് ലുക്കീമിയ, അതായത് ബ്ലഡ് ക്യാൻസർ കേട്ടോ, ബ്ലഡ് സെൽസിന്റെ കൗണ്ട് കുറയോ? ഇല്ല, ബ്ലഡ് കൗണ്ട് എന്ത് ചെയ്യും, നന്നായിട്ട് കൂടും. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. D and D ഒരിക്കലും വരില്ല, C and D വരില്ല. ഓപ്ഷൻ ഏതാണ്, 2.